ഹായ് മകളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പുതിയൊരാളെ പരിചയപ്പെടുന്നത്. ഒരു പക്ഷെ നിങ്ങളൊക്കെ ഇതല്ലാതെ മറ്റനേക സ്ഥലങ്ങളിൽ നിന്നും കണ്ടും കേട്ടും പരിചയമുള്ള ഒരാളായിരിക്കും. ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിച്ച ഒരാളാണ്. ഒരുപാട് ബാല്യ പുരസ്കാരങ്ങൾ, യൂണിസെഫിന്റെ അടക്കം ബാല്യ പുരസ്കാരങ്ങൾ വാങ്ങിയ ഒരാളാണ്. നമ്മുടെ പ്രിയപ്പെട്ട ആസിമോനാണ്. പത്താം ക്ലാസ് പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അവനൊരു സ്കൂളിൽ ജോയിൻ ചെയ്യുകയും അവിടെ നിന്ന് 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി പാസ്സായിരിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം നമുക്ക് പറയാനുള്ളത് അവൻ ഒരു അസ്ത്ര ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു എന്നതുകൂടി തന്നെയാണ്. സോ നമുക്ക് ആസിമോനോട് നേരിട്ട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു അവന്റെ പഠന കാലഘട്ടം, എങ്ങനെയൊക്കെയാണ് അസ്ത്ര ബാച്ച് അവൻ ഉപയോഗിച്ചത് എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. സോ അവന്റെ വീട്ടിലേക്ക് നമുക്ക് കടക്കാം. ആസിമോന്റെ മുന്നിലാണുള്ളത്. ആസിം വെളിമണ്ണ. നിങ്ങൾക്ക് നെറ്റിലോ എവിടെ അടിച്ചു നോക്കിയാലും നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരുപാട് റെക്കോർഡുകളൊക്കെ നേടിയെടുത്ത ആളാണ് ആസിം വെളിമണ്ണ എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ള ഒരാളാണ് അല്ലേ? അപ്പോൾ ആസിമോനെ ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്കൊക്കെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 8 9 സ്കൂളിൽ പോയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ 10ാം ക്ലാസ് പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി 10ാം ക്ലാസ് സ്കൂളിൽ ജോയിൻ ചെയ്യുകയും ഒരുപാട് നേട്ടങ്ങളാണ് ഈ 10ാം ക്ലാസ് ലൈഫിൽ നേടിയത്. എത്ര A+ കിട്ടിയത്? 5A+. എൻ്റെ മോനെ 5A+ കിട്ടിയും എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി മാത്സിൽ അവന് A+ നേടിയെന്നുള്ളതാണ്. നമ്മുടെ അസ്ത്ര ബാച്ചിൽ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സൈലത്തെ പറ്റി ആസിമോന് കേൾക്കുന്നത്? സൈലത്തെ പറ്റി പറയുകയാണെങ്കിൽ എവിടുന്നാണ് കേൾക്കുന്നത്? ഞാൻ എൻ്റെ മാമിൻ്റെ ഓളെന്നാണ് കേൾക്കുന്നത്. ഓള് പറഞ്ഞ് സൈലം ക്ലാസ് അടിപൊളിയാണ്. ഞാൻ സ്കൂളിൽ ചെയ്യുന്ന മുമ്പ് ഞാൻ ചോദിച്ചേ ട്യൂഷൻ ഇപ്പോൾ ഏതായിരിക്കും നല്ലതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സൈലം ക്ലാസ് ഉണ്ട്. അത് റനയാണോ? നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ട് അമ്മളുടെ ഇന്റർവ്യൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും കൂടി ആയിരുന്നു ക്ലാസ്സിൽ വരാറുള്ളത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് അവളെ എങ്ങനെയൊക്കെ തന്നെ പഠിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത്? ഏത് രീതിയിൽ തന്നെ ഓളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും. അങ്ങനെ ഓളെ പഠിപ്പിക്കും. ഓളെ കൊണ്ടാകുമ്പോൾ തന്നെ പഠിപ്പിക്കും. അപ്പൊ ഈ അതിനനുസരിച്ച് ഇരിക്കോ? മടിയനാന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം. ശിഷ്യന്മാരങ്ങനെ. അതെ, ശിഷ്യന്മാർ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അപ്പോ ഇനിയിപ്പോ സൈക്കോളജി സയൻസ് എടുക്കണം, എന്നിട്ട് പോകണം, പറക്കണം. ഇനി സൈക്കോളജി സയൻസ് എന്തുകൊണ്ടാണ് ഈ സൈക്കോളജി സയൻസ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? ഒരു സംസാരപ്രിയനായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ആളുകളുടെ മനസ്സ് വായിക്കണം? മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം വേറെ. ഇപ്പം നമ്മൾ ഒരാളിനെ സംസാരിക്കുമ്പോൾ ആൾ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാണ്ട് കുറെ സംസാരിച്ചിട്ട് കാര്യമല്ല. എന്റെ മോനെ ഭീകര വാക്കാട്ടോ ഇതൊക്കെ എവിടുന്ന് വരുന്നു എനിക്ക് മനസ്സിലായില്ല. ഇവരുടെ അടുത്ത് കുറെ പഠിക്കാനുണ്ട്. എന്തായാലും സന്തോഷം. ഈ ഒരു വാക്കിങ് എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് മോട്ടിവേഷന് വരികയാണ്. അപ്പൊ ഞാൻ കുറെ മോട്ടിവേഷൻ ആയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അയാളുടെ മനസ്സ് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള മരുന്നാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ നല്ലൊരു സൈക്കോളജിസ്റ്റ് ആവട്ടെ, നന്നായിട്ട് പഠിച്ച് വലിയ വലിയ ആളായി മാറട്ടെ. അപ്പം ഈ ഒരു ബന്ധം നിങ്ങൾ അതായത് ഇപ്പൊ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക? അടിപൊളിയാക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ കസിൻസ് ആണ് അല്ലേ? അതായത് ഉമ്മാന്റെ അനിയത്തിന്റെ മോളാണോ അല്ലെ ഉപ്പാന്റെ അനിയന്റെ മോള്? ശരി. അങ്ങനെയാണ് സൈലന്റ് ക്ലാസ്സുകളൊക്കെ. എന്താ സൈലത്തിലെ ടീച്ചേഴ്സിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ എന്താ ഫീൽ ചെയ്യാനുള്ള ക്ലാസ് കേൾക്കുന്ന സമയത്ത്? സൈലത്തിന്റെ ടീച്ചേഴ്സിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നല്ലോണം സ്കൂളിൽ എടുക്കുമ്പം ഞാൻ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ, വിട്ടുപോയ കാര്യങ്ങൾ പിന്നെ സ്കൂളിൽ പോകാത്ത ദിവസം ചരിത്രത്തിൽ കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഒരുപാട് തിരക്കുള്ള ഒരാളാണ്. എനിക്ക് തോന്നി ഞാൻ ഇതിൻ്റെ മുമ്പേ എക്സാമിൻ്റെ കുറച്ച് മുമ്പേ ഇവൻ്റെ സ്റ്റാറ്റസ് കണ്ട സമയത്ത് അവൻ്റെ ഇവിടെ ബാംഗ്ലൂർ എവിടെയോ വലിയ എന്തോ ഒരു പ്രോഗ്രാമിന് പോയതാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആസിമെ നമ്മുടെ SSLC എക്സാമാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് കുറച്ച് പരിപാടിയൊക്കെ കുറച്ചോ, എന്നിട്ട് നമുക്ക് SSLC നല്ല റിസൾട്ട് ഉണ്ടാക്കാം. ഓക്കെ സാർ, ഓക്കെ അടിപൊളിയായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാത്സിൽ A+ കിട്ടിയപ്പോൾ ഒരു പക്ഷേ നിന്നേക്കാൾ കൂടുതൽ സന്തോഷിച്ച ഒരാൾ ഞാനാണ്. അപ്പോൾ ഞാനും പഠിച്ച തമ്മിലാണ് എന്താണ് അടിപൊളിയാണ്, ഇത്രയും അടിപൊളിയാണല്ലോ ആസിം എന്ന് പറഞ്ഞത്. ശരിക്കും ഇത് ഇനി വരുന്ന 9ാം ക്ലാസ്സുകാർക്ക് വലിയൊരു എന്താണ് പാഠമാണ്. ഇനി വരുന്ന 9ാം ക്ലാസ്സുകാരോട് എന്താണ് പറയാനുള്ളത്? 9ാം ക്ലാസ്സുകാരോട്
സൈലത്തിൻ്റെ ക്ലാസ് അടിപൊളിയാണ്. തൈലത്തിനേക്കാൾ അപ്പുറം ഇനി എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ നല്ലോണം മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന പഠനത്തിൽ രംഗത്ത് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നാണ് പറയുന്നത്. അപ്പം ഓരോ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉന്നത മാർക്കുകൾ വാങ്ങാൻ പറ്റും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും വലിയൊരു മോട്ടിവേറ്റർ കൂടിയാണ് നമ്മുടെ ആസിം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചത്. അപ്പം നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. എഡ്യൂക്കേഷനെ കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്താ ആസിമോൻ്റെ ലൈഫിൽ ഇത്രയും കാലം ജീവിച്ചതിൽ പറയാനുള്ളത്? എഡ്യൂക്കേഷൻ കൊണ്ട് എന്ത്? നമ്മുടെ ഏതൊരു മേഖലയിലും എത്തുന്നതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഒരു മസ്റ്റാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മാത്സിൻ്റെ കാര്യം എന്താ പറയുകയാണെങ്കിൽ എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം മാർക്ക് കഴിഞ്ഞു. പക്ഷേ ഈ 10ാം ക്ലാസ് എത്തിയ സമയത്ത് ആദ്യം ഒന്നും മാത്സ് പാസ്സാവൽ പോലും ഇല്ല. അപ്പോൾ മാത്സ് ഈ ഒരു ഫൈനൽ എക്സാമിൽ റിസൾട്ട് വന്നപ്പോൾ A+ കൊണ്ട് കണ്ടപ്പോൾ ഭയങ്കര ഒരു ആത്മവിശ്വാസം കൊണ്ട് കിട്ടി. എൻ്റെ മോനെ പഠനരംഗത്തും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നൊരു ആത്മവിശ്വാസം. ഇനിയും ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി എന്ത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? സൈക്കോളജി ഒക്കെ പഠിച്ച് ഡിഗ്രി ഒക്കെ എടുത്ത് അങ്ങനെ പോകണമെന്നാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല ഉയരങ്ങളിലേക്ക് എത്തുക. ഇപ്പം ഇനി എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് കൂടി പറയാനുണ്ടോ? കൂട്ടുകാർക്ക് നന്ദി പറയാനുണ്ടോ? ടീച്ചേഴ്സ്, നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ടാവും, കൂട്ടുകാരുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു ഗ്യാങ് ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് റീലുകൾ കാണാറുണ്ട്. അവൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അവനെ അങ്ങനെ മാറ്റി നിർത്തുന്നത് അവന് ഇഷ്ടമല്ല. അവന് എല്ലാവരുടെയും കൂടെ ഇരുന്ന് ആ ബെഞ്ചിൽ ഇരുന്ന് കൊണ്ട് പഠിക്കണം എന്നാണ് ആഗ്രഹം. ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു തോട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരാളൊന്നുമല്ല, നമ്മളത് വേറെ ലെവലിലാണ്. നിങ്ങളെപ്പോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന അറിവുള്ള നിങ്ങളെക്കാൾ മിടുക്കനായിട്ടുള്ള ഒരാൾ തന്നെയാണ് ആസിം എന്ന് പറയുന്നത്. സോ ഭാവിയിൽ നല്ല ഉയർച്ചയിലെത്താൻ സാധിക്കട്ടെ. ഞങ്ങളൊന്നും മറക്കൂലല്ലോ അല്ലേ? ഇല്ലല്ലോ, ഓർമ്മയിലുണ്ടാവും. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞാലോ മക്കൾക്ക്?